ഹായ് ഹലോ. എന്നും രാവിലെ 10 മിനിറ്റ് ഇവരുടെ കൂടെ ചിലവഴിച്ചിട്ട് മാത്രമാണ് ഞാൻ എൻ്റെ അടുക്കള ജോലിയിലേക്കൊക്കെ കയറുന്നത്. ഇപ്പം ഇത് നമുക്കൊരു സന്തോഷമാണ് ഇതൊക്കെ കാണുന്നത്. ഈ കറിവേപ്പുണ്ടല്ലോ, ഇപ്പോഴത്തെ ഉണക്കിന് ഉണങ്ങിപ്പോയതാണ്. ഞാൻ ഈ കറിവേപ്പിൻ്റെ തണ്ടൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കൊടുത്തു. അതിനുശേഷം ഇതിൻ്റെ ചെവിടൊക്കെ ഒന്ന് അടുപ്പിച്ച് കൊടുത്തിട്ട് കുറച്ച് മുട്ടത്തോടും ചാണകപ്പൊടിയും ചാരവും കൂടെ കലർത്തി ഒന്നിട്ട് കൊടുത്തു. സാധാരണ നമ്മൾ കറിവേപ്പൊക്കെ കൊണ്ടുവച്ച് കഴിഞ്ഞാൽ വളമൊന്നും ഇട്ട് കൊടുക്കുന്നത് പതിവില്ല. ഇപ്പം അതുപോലെ ഒന്ന് ചെയ്ത് കൊടുത്തു. അന്നേരം വേണ്ട കറിവേപ്പൊക്കെ പൊട്ടിക്കിളിച്ച് വന്നിട്ടുണ്ട്. അതുപോലെ നമ്മളെ മുളക് ചെടി, നമ്മൾ ഇറച്ചിയൊക്കെ കഴുകുന്ന വെള്ളം അതുപോലെ തന്നെ ഫ്രിഡ്ജിലൊക്കെ വെച്ചിട്ട് ആ ഐസോട് കൂടി നമ്മൾ ചോരയും ഐസും കൂടെ കഴുകിയെടുക്കുന്നതൊക്കെ കൊണ്ടുവന്ന് ഒഴിച്ചു കൊടുക്കാറുണ്ട്. നല്ല റിസൾട്ട് തന്നെയാണ് കിട്ടിയിരിക്കുന്നത്. അതേപോലെ തന്നെ നമ്മുടെ ജിമിക്ക് മുളക് പൂവൊക്കെ ഇട്ട് കായായി തുടങ്ങി. അതുപോലെ നമ്മുടെ പച്ചമുളക് ചെടിയൊക്കെ പൂത്ത് കായായി തുടങ്ങിയിട്ടുണ്ട്. ഇതൊരു ചെറിയ ഇനം പച്ചമുളകാണ്, പക്ഷെ നല്ല എരിവാണ്. അതുപോലെ നമ്മുടെ തക്കാളി ചെടിയൊക്കെ പൂവിട്ട് തുടങ്ങി, കാ വന്ന് തുടങ്ങിയിട്ടുണ്ട്. നമ്മുടെ വഴുതനമൊക്കെ കായ്ച്ചു തുടങ്ങി. അതുപോലെ നമുക്കിത് പഞ്ചായത്തിൽ നിന്ന് കിട്ടിയതാണ് ഈ മുളക് തൈയൊക്കെ. അപ്പോൾ അതിൻ്റെ കൂടെ നമുക്ക് ഒരു 10 ചട്ടി കൂടെ കിട്ടിയിട്ടുണ്ട്. മൺചട്ടിയാണ് കിട്ടിയത്. ഇത് നല്ലിനം മുളകാണ്. പെട്ടെന്ന് ദാണ്ടെ പൂത്ത് തുടങ്ങി. അപ്പോൾ ഇന്നത്തെ വിശേഷം ഇതൊക്കെയാണ്. കറിയെല്ലാം നോക്കിയിട്ട് വന്നിട്ട് നമ്മൾ ചായ ഇട്ടു. ഇടിയപ്പത്തിന് മാവ് കുഴച്ച് വെച്ചിട്ടാണ് ഞാൻ പോയത്. അങ്ങനെ ഇടിയപ്പം ഉണ്ടാക്കിയിട്ട് ബാക്കി വന്ന മാവ് നമ്മൾ കുഴക്കട്ട പിടിച്ച് വെച്ചു. തലേന്നത്തെ കുറച്ച് പൊറോട്ട ഉണ്ടായിരുന്നു, രാത്രി കൊണ്ടുവന്നതാണ്. നമുക്ക് ഇന്നലത്തെ ബീഫ് കറി ഉണ്ടായിരുന്നു, അതും കൂടെ ചൂടാക്കി ആവശ്യമുള്ളൊരു പൊറോട്ടയോ കുഴക്കട്ടയോ ഇടിയപ്പമോ ഒക്കെ കഴിക്കട്ടെ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനലൊന്ന് ഫോളോ ചെയ്യാനും മറന്നു പോകരുത്.